പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ കൃഷിയിലൊന്നും നോക്കില്ല, 2 ദിവസമായി സമയമില്ലായിരുന്നു. ഒന്ന് പോയി നോക്കട്ടെ എന്തായെന്ന്. ഇത് നമ്മളൊന്ന് കഴിഞ്ഞ ദിവസം മറച്ചെന്ന് പറഞ്ഞില്ല, ആട് കയറുന്നു. പക്ഷെ എന്നാലും കയറുന്നുണ്ട്. ഇവിടെ ഇച്ചിരി പൊക്കത്തിൽ മറയ്ക്കണം. ഓക്കെ, നോക്കട്ടെ എന്തായെന്ന്. ഇത് നമ്മളെ ലോക്കാണ്ട. അന്ന് നമ്മൾ പറഞ്ഞല്ലേ ചീര ഇട്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ട് തോരൻ വെച്ച്. അടിപൊളി ഫ്രഷ് ചീരയായിരുന്നു. തോരൻ വെച്ചത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കിളിച്ചോ നോക്കട്ടെ. ഇതിനകത്തൊന്നും കിളിച്ചില്ല, എൻ്റെ കിളിച്ച് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പൊട്ടി കണ്ട ഭാഗത്തൊന്നും എന്തോ മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതേ കിളിച്ച് ഒരു വിത്ത് കിളിച്ച് വരുന്നുണ്ട്. ഇതെന്താ ചോദിച്ചാൽ നമ്മുടെ വാളരിപ്പയറില്ലേ അതിൻ്റെയാണ്. പിന്നെ ഇതാ ഇവിടെ എന്തോ കിളിച്ചിട്ടുണ്ട്. ഇതെന്താണോ ഇതുണ്ട്, ഇത് 2 വിത്ത് ഇവിടെ മുളച്ച് വരുന്നുണ്ട്. അതെ, ഒന്നിത് കണ്ട ഇതാണ് കോവലിൻ്റെ. അതിന് കയറി വരട്ടെ, അവിടെ ഇങ്ങനെ പടത്തി. അങ്ങോട്ട് ശരിയായിരുന്നു ഇത് കോവൽ. ഇവിടെ ഇത് ഇത്രയും 3-4 വിത്ത് കിളിച്ചു ഈ ഭാഗത്ത്. ഞാൻ അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. ചീരയെല്ലാം പൊടിച്ചു. ചീരയെല്ലാം കിളിക്കുന്നുണ്ട്. ചീരയുടെ അരി ഇട്ടായിരുന്നു ഇവിടെ എല്ലാം. കണ്ട കിരികിരാന്ന് കിളിക്കുന്നുണ്ട. ഇതെല്ലാം ചീരയുടെ തൈകളാണ്. അതെ, ഏതൊക്കെ കിളിച്ചു. തേണ്ടേ ഇവിടെ കിളിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിളിച്ച് കാണുന്ന പറഞ്ഞൊരു സന്തോഷമല്ലേ ചേട്ടാ, നമ്മൾ നട്ടതേ. തേണ്ടേ പിന്നെ അത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് വെണ്ടയാണ് കേട്ടോ, വെണ്ടയുടെ തയ്യാ. ഇത് കിളിച്ച്. ഓക്കെ. ഇനി ഇതെല്ലാം കറ്റാറ് വാഴ. ഇത് നേരത്തെ ഇത് ഉണങ്ങിപ്പോയത്, വെള്ളം ഒഴിച്ച് വീണ്ടും അത് പച്ചിപ്പ് വായി തുടങ്ങി കേട്ടോ. അങ്ങനെ ഇവിടെ വായി. ഇനി ഇവിടെ ഒരു കൂമ്പ്, നമ്മുടെ വാഴത്തോട്ടത്തിലോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു കൂമ്പ് നിൽപ്പുണ്ടല്ലോ, അതിന് ഒടിച്ചുകൊണ്ട് പോകും. അത് ഒടിച്ചാൽ നമുക്ക് തോരൻ വെക്കാം, കൂമ്പ് തോരൻ. ഇവിടെ പൈപ്പ് പൊട്ടി. അതുകൊണ്ടാ വാഴത്തോട്ടം കണ്ടോ, കാണാമോ? ഇവിടെ 10 കൂട് വാഴ വെച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് കിളിച്ച് ഒരു കൂമ്പുണ്ട്, അത് അടിച്ചോണ്ട് നമുക്ക് തോരൻ വെക്കാം. ടെണ്ടടേ ഒടിയുന്നില്ലല്ലോ. ഇതാ ഇന്ന് തോരൻ വെക്കും. ഇതല്ല വാഴത്തോട്ടം കണ്ടോ, നാട്ടിലെ പോലെ വാഴ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു കൊലയോടെ ആയി. പിന്നെ അങ്ങോട്ടുണ്ട്, അവിടെ ഒരു കൂമ്പുണ്ട്. പിന്നെ വാഴ കിളിച്ചിപ്പുണ്ട്. ഇതുകൊണ്ടൊന്നും തോരൻ വെക്കാം. ഇന്നത്തെ പരിപാടി അതാണ്. എൻ്റെ കാർഷെഡെല്ലാം പുല്ലൊക്കെ കളിച്ചിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യണം. ഫിഷ് നല്ല ഇങ്ങനെ മറച്ച് കണ്ട, അല്ലെ ആട് കയറുകയായിരുന്നു. അപ്പോൾ അതേ പൊക്കത്തിൽ അവിടെ മറയ്ക്കണം, എന്നെങ്കിലേ ആടിനും കയറാതിരിക്കത്തുള്ളൂ. 2 ഷീറ്റ് എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മൾ മറയ്ക്കും. വാഴ ഇത് നമ്മുടെ പാളാന്തോളം വാഴ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അതത്രയുമായി ലോക്ക് ചെയ്യട്ടെ, അല്ലേ ആട് വരും. ലോക്കിൻ്റെ സിസ്റ്റം ഇങ്ങനെ കണ്ട. ഇത് ഇങ്ങനെ ഇടും. ഇത്രയുള്ള പരിപാടി. ഇനി എൻ്റെ കൂമ്പ്. ഓക്കെ, പിന്നെ തോരൻ വെക്കട്ടെ. ബായ്. അത് അരകല്ല് കണ്ട, അരകല്ല് നാട്ടിലെ പോലെ. ഒരിടത്ത് ഒരാൾ അരകല്ല് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുഞ്ഞുളമാമെന്ന് പറയും. ഇവർ നാട്ടിൽ പോയപ്പോൾ തന്നതാണ്. ഞാനതിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പീഠം പോലെ കിട്ടിയിട്ട് അരകല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംബന്ധിയൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചുറ്റുപാട്.